പ്രസാദ ഊട്ടിനൊക്കെ കിട്ടുന്ന കായും പയറും വെച്ചിട്ടുള്ള മെഴുക്കുവരട്ടി ഉണ്ടല്ലോ, മെഴുക്കുവരട്ടിന്നോ തോരന്നോ ഉപ്പേരിന്നോ എന്ത് വിളിച്ചാലും വല്ലാത്തൊരു സ്വാദാണ് അതിന്. അതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. ഈ താഴെ കാണുന്ന വെജ് കുർമ, പച്ചമാങ്ങ രസം, അവിയൽ, ഇതൊക്കെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ നല്ല ഉഷാറായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന റെസിപ്പീസാണ് കേട്ടോ. കാണാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഈ മെഴുക്ക് പുരട്ടിക്ക് വേണ്ടി ഞാനൊരു 300 ഗ്രാം പച്ചക്കായ, നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അതിതാ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അധികം തിക്കുമല്ല അധികം തിന്നും അല്ലാത്ത വിധത്തിൽ കനത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് വൻപയറാണ്. വൻപയർ ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. വല്ലാതെ ഉടഞ്ഞു പോരുത്, ഷേപ്പ് മാറാത്ത വിധത്തിൽ വേവിച്ച് എടുക്കണം. ഇനി താളിക്കാൻ വേണ്ടി ഒരു ടീസ്പൂൺ കടുക്, ഒരു 3-4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. എരിവിന് വേണ്ടി ആകെ നമുക്കുള്ളത് ഈ 4 വറ്റൽമുളക് മാത്രമാണ് കേട്ടോ. 4 വറ്റൽമുളകിൽ വേണമെങ്കിൽ കുറച്ചുകൂടി കൂട്ടാം, 6 വരെ ആക്കാം. വേറെ പച്ചമുളകൊന്നും ഇതിൽ നമ്മൾ ചേർക്കുന്നില്ല. ഇനി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ഞാനൊരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി ചൂടാകുന്നതിനോടൊപ്പം ചൂടാകാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഇതൊക്കെ ഒന്നിനു പുറകെ ഒന്നായി ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ മാത്രം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. താളിപ്പിനുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് അധിക നേരം വഴറ്റൊന്നും വേണ്ട. വറ്റൽമുളകും കറിവേപ്പിലയും കരിഞ്ഞു പോകാതെ നോക്കണം. ഒരു 5 മുതൽ 8 സെക്കൻഡ് വരെ മാത്രം ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് പച്ചക്കായ അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കുക. മഞ്ഞളും ഉപ്പും എണ്ണയൊക്കെ കഷ്ണത്തിൽ നന്നായിട്ട് പിടിക്കട്ടെ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ വെള്ളം ചേർക്കാം. ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. വേവുന്നത് വരെ, കഷ്ണങ്ങൾ വേവുന്നത് വരെ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടിയിൽ പിടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തത്തക്ക വിധം ഇളക്കി കൊടുക്കുക. തുറന്ന് ഇളക്കി കൊടുക്കുക. ഇതായപ്പോൾ ഒരു 4-5 മിനിറ്റിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. 4-5 മിനിറ്റിന് ശേഷം തുറന്നപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട്, കഷ്ണങ്ങൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വൻപയർ ചേർത്ത് കൊടുക്കാം. വൻപയർ ഞാൻ കുറച്ച് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് തണുത്തിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ നേരത്തെ വേവിച്ച് വെച്ച് തണുത്ത് പോയതാണെങ്കിൽ ഒന്ന് ഇതിൻ്റെ കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക. അതും കൂടെ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ട്. വൻപയർ ചേർത്ത് നന്നായി ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് 1 മുതൽ 2 മിനിറ്റ് വരെ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പോളം ചിരവിയ തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 സെൻറ്റിമീറ്ററോളം വലുപ്പമുള്ള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതി. ഇതെല്ലാം കൂടെ തരിതരിപ്പായി ഒതുക്കിയെടുക്കാം. ഇതേപോലെ. ഇതിപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ഞാനിപ്പോൾ അടപ്പ് തുറന്നിട്ടുണ്ട്. അതിലേക്ക് ഈ തേങ്ങ ചേർത്തിട്ട് വീണ്ടും 1 മിനിറ്റ് നേരം അടച്ചു വെക്കാൻ പോവാണ് കേട്ടോ. തേങ്ങ ചേർത്ത് നടുവിലൊരു കുഴിവുണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് തേങ്ങ ചേർത്ത് എല്ലാം കൂടെ തട്ടിപ്പൊത്തി വെച്ചിട്ട് 1 മിനിറ്റ് നേരം അടച്ചു വെക്കാൻ പോവാണ്. ചെറുതീയിലാണ് കേട്ടോ. ഈ സമയത്ത് മീഡിയമോ ഹൈ ഫ്ലെയിമിലോ വെക്കരുതേ.
ഇതായിപ്പം ഒരു 45 സെക്കൻഡിന് ശേഷം ഞാൻ അടപ്പ് തുറന്നിട്ടുണ്ട്. ഇപ്പം തേങ്ങയൊക്കെ നന്നായി വെന്ത മണം എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ കായ പയർ തോരൻ റെഡിയാണ്. നമുക്ക് ഇതൊന്ന് പ്ലേറ്റ് ചെയ്യാം. ആരും ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒന്നും മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഓൾറെഡി 100-ലധികം വീഡിയോസ് ഉണ്ട്. എല്ലാം കാണണം, ഷെയർ ചെയ്യണം. പിന്നെന്താ, ലവ് യു ഓൾ.